CPIഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലടക്കം CPIഎമ്മിന്റെ സൈബർ അണികളുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. രൂക്ഷമായ ഭാഷയിൽ പറയുന്നു, താങ്കൾക്ക് ഈ പണി അറിയില്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു പോകൂ. പെട്ടിപിടുത്തം നടത്തിയാണ് ജില്ലാ സെക്രട്ടറി ആയത്. താങ്കൾക്ക് കണ്ണൂർ ജില്ലയെ പാർട്ടിയുടെ ശവക്കുഴി തോണ്ടിയിട്ട് മാത്രമേ ഇനി വിശ്രമമുള്ളൂ. ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങളാണ് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിനാധാരമായ സംഭവം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIഎമ്മിന്റെ പൊന്നാവരം കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ദയനീയമായി പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ശൈലജ 60,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച മട്ടന്നൂരിൽ ഇത്തവണ CPIഎമ്മിന്റെ ഭൂരിപക്ഷം 14,000-നടുത്ത് മാത്രമാണ്. തൊട്ടുപുറത്ത് പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത് CPIഎം ആദ്യ 4 റൗണ്ടിൽ പിന്നിൽ പോകുന്നത് നമ്മൾ കണ്ടു. ഭൂരിപക്ഷം ഗണ്യമായി കുറയുന്ന സാഹചര്യമുണ്ടായി. കല്യാശ്ശേരിയിലും ഭൂരിപക്ഷം കുറയുന്നു. കണ്ണൂർ സീറ്റ് CPIഎമ്മിന് നഷ്ടപ്പെടുന്നു. തലശ്ശേരിയിൽ ഭൂരിപക്ഷം കുറയുന്നു. ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ CPIഎമ്മിന്റെ കോട്ടക്കൊത്തളങ്ങളെല്ലാം തകർന്നു വീഴുമ്പോൾ ഈ പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് തന്നെയാണ് പാർട്ടിക്ക് വിനയായി മാറിയതെന്നാണ് ഒരു വലിയ വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മുതിർന്ന പല നേതാക്കന്മാരെയും P. ജയരാജൻ ഉൾപ്പെടുന്ന ആളുകളെ തഴഞ്ഞാണ് കെ രാഗേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊടുന്നനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കുന്നത്. ഇത് പാർട്ടി അണികൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIഎമ്മിന്റെ ഏറ്റവും ശക്തിയേറിയ ഘടകമാണ് കണ്ണൂർ ജില്ലാ ഘടകം. കാരണം പാർട്ടി കൊലപാതക രാഷ്ട്രീയത്തിലൂടെ വലിയ പ്രതിസന്ധി പാർട്ടി നേരിട്ടപ്പോഴും അടിക്ക് തിരിച്ചടി, കൊലയ്ക്ക് കൊല എന്ന രൂപത്തിൽ പാർട്ടി പ്രതിരോധിച്ചു നിന്ന, BJPയുടെ കോൺഗ്രസിനോടൊക്കെ പ്രതിരോധിച്ചു നിന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിലാണ് ഇത്തരത്തിൽ CPIഎം അതിദയനീയമായ പരാജയവും അതിനുശേഷം നേതാക്കന്മാർക്കെതിരെ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വ്യാപക വിമർശനം ഉയർന്നിരിക്കുന്നത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അടക്കം വലിയ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ കെ രാഗേഷ് സ്ഥാനമൊഴിയണമെന്ന അണികളുടെ ആവശ്യം, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം മുഖവിലേക്ക് എടുക്കാൻ CPIഎം സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിന് സംസ്ഥാന നേതൃത്വം തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ തെറ്റുകളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം വലിയ ചർച്ചകൾ നടത്തുകയും തെറ്റുകളൊക്കെ അംഗീകരിക്കുകയും വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടിയത് തെറ്റായി പോയെന്നും ആഗോള അയ്യപ്പ സംഗമം വേണ്ടത്ര അല്ലെങ്കിൽ വിചാരിച്ച പോലെ ഗുണം ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും പല നിലപാടുകളിലും ഇന്നും മാറ്റം വരുത്താൻ തയ്യാറാകുന്നില്ല. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞു എന്നതിരിക്കെ ബാക്കി പല കാര്യങ്ങളിലും ഒരു മാറ്റവും വരുത്താൻ CPIഎം തയ്യാറായിട്ടില്ല. MV ഗോവിന്ദനെ മാറ്റാൻ CPIഎം തയ്യാറായിട്ടില്ല. പിണറായി വിജയൻ അല്ലാതെ മാറ്റാൻ ഇന്ന് മാറ്റം അല്ലെങ്കിൽ മാറ്റാൻ പോവുകയാണ് പാർട്ടി എന്ന് പറയുമ്പോൾ, CPIഎമ്മിൽ വലിയ അഴിച്ചുപണി എന്ന് പറയുമ്പോൾ പോലും പിണറായി വിജയനെ പോലും മാറ്റാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പൊ പിണറായി വിജയൻ അല്ലാതെ മറ്റാര് എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് വലിയ മാറ്റങ്ങളിലേക്ക് CPIഎം പോകുമെന്ന് പറയുന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനും അടുപ്പമുള്ള ആളാണ് രാഗേഷ്. അതുകൊണ്ട് തന്നെ മാറ്റാനുള്ള സാധ്യതയില്ല. സാധാരണക്കാരായ അണികളുടെ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും ഇപ്പൊ CPIഎം പരിഗണിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അവരെ ആവശ്യപ്പെടുന്നത് CPIഎം എന്ന പാർട്ടി നശിക്കരുത് അല്ലെങ്കിൽ ഇടതുമുന്നണി ഇല്ലാതാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇന്നും പാർട്ടിയോട് സ്നേഹം, വ്യക്തികളോടല്ല പാർട്ടിയോട് അത്രത്തോളം സ്നേഹമുള്ള പ്രവർത്തകർ, സാധാരണക്കാരായ പ്രവർത്തകരും നേതാക്കളും അണികളുമാണ് ഇത്തരം നിരന്തരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരാകട്ടെ, MV ഗോവിന്ദനെതിരാകട്ടെ, രാഗേഷിനെതിരായിട്ടൊക്കെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തുന്നത്. അത് പാർട്ടിയിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് കോൺഗ്രസ്സുകാരോ BJPക്കാരോ അല്ല, CPIഎമ്മുകാർ തന്നെയാണ് നേതാക്കൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നത്. അത് അവരുടെ ഗതികേടാണ്. ഇത്രയും ശബ്ദം ഉയർത്തിയാലും പാർട്ടിക്കാർക്കറിയാം ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം CPIഎമ്മിന്റെ നിലപാട് എന്ന് പറയുന്നത് പിണറായി വിജയൻ MV ഗോവിന്ദൻ എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്നാണ്. ഇനി അവർ ഒരു തിരുത്തലിന് തയ്യാറാവുകയാണെങ്കിൽ മാത്രം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറയാൻ കഴിയില്ല, ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ വീണ വിജയന്റെ ഒരു വിഷയം വരുമ്പോൾ നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരം ഏതെങ്കിലുമൊക്കെ തരത്തിൽ അണികളെ പറ്റിക്കാൻ അല്ലെങ്കിൽ നേതാക്കളെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അങ്ങനെ ഒരു നിലപാടെടുക്കും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അതിനും ഒരു സാധ്യത കാണുന്നില്ല. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലൊക്കെ ഒന്ന് വലിയ സൈബർ അറ്റാക്കാണ്. അതും അത്രയും നാൾ CPIഎമ്മിന് വേണ്ടി ശബ്ദിച്ച ആളുകളാണ് ഇപ്പോൾ CPIഎമ്മിനെതിരായി ശബ്ദിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ പലരും പറയുന്നത്, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നൊക്കെ പറയുന്നത്, കണ്ണൂരിലെ പാർട്ടിയെ ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന രാഗേഷിനെതിരായി ഇത്തരം സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പാർട്ടി തകരും അല്ലെങ്കിൽ പാർട്ടിയുടെ ഐക്യത്തെ അത് ബാധിക്കും. അത്തരം കാര്യങ്ങൾ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും പാർട്ടിയെ ഇല്ലാതാക്കാനല്ല, പാർട്ടി നശിക്കരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് ഇവർ ഇത് പറയുന്നതെന്ന് എന്തുകൊണ്ടാണ് ഈ നേതാക്കൾക്ക് മനസ്സിലാകാത്തതെന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ മനസ്സിലായിട്ടും അവർ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട്. പാർട്ടി നശിക്കാനല്ല, പാർട്ടി തിരികെ വരാനാണ്. അതുപോലെ തന്നെ CPIഎം
പല രീതിയിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് പാർട്ടിയെ കുറിച്ചുള്ള വിലയിരുത്തൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പാർട്ടി ജനങ്ങളിൽ നിന്ന് എന്തുമാത്രം അല്ലെങ്കിൽ എത്രമാത്രം അകന്നു എന്ന് ഇന്നും പാർട്ടിക്കാർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നേതാക്കൾ മനസ്സിലാക്കുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾക്കും പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്കും മനസ്സിലായിട്ടുണ്ട് പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ CPM എന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതെയാകും, തമ്മിൽ തല്ലി തീരുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. പല വിഷയങ്ങളിലും പല പ്രവർത്തകരും അണികളും മിണ്ടാതിരിക്കുന്നത് പാർട്ടിയെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ട് എത്തിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം കോൺഗ്രസ് പോലെയല്ല, കോൺഗ്രസിൽ എന്തുണ്ടായാലും ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ജനാധിപത്യമുള്ള പാർട്ടിയാണ്. എന്ത് കാര്യത്തിനും ആരും എല്ലാവരും അഭിപ്രായം പറയും. പക്ഷേ CPM അങ്ങനെയല്ല, പല വിഷയങ്ങളിലും പലരും അഭിപ്രായങ്ങൾ പറയാറില്ല. അത് അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ ഇനി ഉണ്ടാകാൻ പോകുന്ന സൈബർ അറ്റാക്ക് ഭയന്നിട്ട് പലപ്പോഴും മിണ്ടാതിരിക്കാറുണ്ട്. അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഇതിനെതിരെ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിലൊക്കെ പലരും മിണ്ടാതിരിക്കുന്ന ഒരു നിലപാടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം CPM എന്ന പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ്, ഈ തിരിച്ചറിവിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ വലിയ വലിയ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത്. അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രവർത്തകരുടെ അണികളുടെയും ഗതികേടാണ് പാർട്ടിക്കെതിരെ ശബ്ദിക്കേണ്ടി വരിക എന്നുള്ളത്. ഇതിനു മുൻപൊന്നും CPM-നെതിരായിട്ടോ അല്ലെങ്കിൽ പല നേതാക്കൾക്കെതിരായിട്ട് വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അതൊക്കെ പാർട്ടിയിൽ സ്വാഭാവികമാണ്. എന്നാൽ ഇത്രത്തോളം ഒരു വലിയ പ്രതിഷേധവും വിമർശനവും ഒന്നും ഒരു കാലത്തും വരുന്നില്ല. അതിപ്പോ ഒരാൾക്കെതിരെയല്ല, പല നേതാക്കൾക്കെതിരെ, പല ആളുകൾക്കെതിരെ, മുൻപ് മന്ത്രിയായിരുന്ന പല ആളുകൾക്ക് അല്ലെങ്കിൽ പല നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനം വരുന്നുണ്ട്. അന്നത്തെ നിലപാടുകൾ ശരിയല്ല, അന്നത്തെ സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാടുകൾ തിരുത്താൻ പാർട്ടിയിലെ അണികളും പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട്. കമ്മിറ്റികൾ അല്ലെങ്കിൽ യോഗങ്ങളിൽ പോലും ശക്തമായി CPM-ന്റെ അണികളും പ്രവർത്തകരും CPM-നെതിരായി സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ രാകേഷിനെ മാറ്റിയാൽ, ഞാൻ പറയുന്നത് മൊത്തത്തിലൊരു അഴിച്ചുപണി CPM-ന് അത്യാവശ്യമാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ MP ഗോവിന്ദൻ എന്നും പറഞ്ഞൊഴിയുന്ന പോലെ ഞാൻ അറിഞ്ഞില്ല, എനിക്ക് ഭാര്യയെ നിർത്താൻ താല്പര്യമില്ലായിരുന്നു, ഇത്തരം കാര്യങ്ങളല്ല പറയേണ്ടത്. ഞാൻ പറയുന്നത് പൂർണ്ണമായി ഈ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ നിലവിലെ സ്ഥാനമാനങ്ങളെല്ലാം അവർ രാജിവെച്ച് പുതിയ ആളുകൾക്ക് കമ്മിറ്റി വിട്ടുകൊടുക്കട്ടെ. അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് അവസരം കിട്ടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് CPM-ന്റെ ഒരു രീതി അല്ലെങ്കിൽ പുതിയൊരു കീഴ്വഴക്കം എന്ന് പറയുന്നത് മുതിർന്ന നേതാക്കളെയൊക്കെ തഴഞ്ഞുകൊണ്ട് ചില ആളുകൾക്ക് വ്യക്തിപരമായി, പിണറായി വിജയനും MP ഗോവിന്ദനും വ്യക്തിപരമായി താല്പര്യമുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്ന, അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ ഇവരെക്കാൾ മുകളിലേക്ക് വളരുമെന്ന് തോന്നുന്ന നേതാക്കളെ തഴയുന്ന ഒരു സമീപനം CPM-ൽ ഉണ്ടായിരുന്നു. ഇനി CPM-ന് തിരിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ CPM-ന് ശക്തമായി തിരിച്ചു വരണമെങ്കിൽ ആ നിലപാടുകളിലൊക്കെ മാറ്റം വരുത്തണം. ഞാനല്ല വലുത്, പാർട്ടിയാണ് വലുത്, എന്നെക്കാൾ വലുത് പാർട്ടിയാണെന്ന തിരിച്ചറിവ് എന്ന് CPM-ന് ഉണ്ടാകുന്നു. അത് കണ്ണൂരല്ല, കേരളത്തിൽ തന്നെ CPM-ന് അങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടായാൽ മാത്രമേ ഈ പാർട്ടിക്ക് തിരിച്ചു വരാനാവുകയുള്ളൂ. കണ്ണൂർ ജില്ല CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ്. അതുമാത്രമല്ല, രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രതിപക്ഷ നേതാവ് ആയില്യത്ത് കൂറ്റേരി ഗോപാലൻ എന്ന AKGക്ക് ജന്മം നൽകിയ മണ്ണാണ്. ചടയം ഗോവിന്ദനും അഴീക്കോടൻ രാഘവനും അതോടൊപ്പം തന്നെ EK നായനാരും ഇപ്പോഴത്തെ പിണറായി വിജയൻ അടക്കമുള്ള നിരവധിയായ നേതാക്കന്മാർക്ക് ജന്മം നൽകിയ മണ്ണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ സ്ഥാപിച്ച പിണറായിലെ പാറപ്പുറം സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിൽ CPM-ന്റെ പൊന്നാപരം കോട്ടകൾ ഒന്നടങ്കം തകർന്നു വീഴുമ്പോൾ അണികൾ വിരൽ ചൂണ്ടുന്നത് നേതാക്കന്മാരുടെ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവുമാണ് പാർട്ടിക്കുണ്ടായ ഈ കനത്ത പരാജയത്തിന് കാരണമെന്ന് അണികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അണികൾ പറയുന്നത് കേൾക്കാൻ അവരുടെ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നൊരു പരാതിയാണ് അണികൾ പരസ്യ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കോൺഗ്രസ് ഒരു കാലത്തും സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന തളിപ്പറമ്പിൽ ഇടതുമുന്നണിക്ക് പരാജയമുണ്ടാകുന്നു. തൊട്ടപ്പുറത്ത് പയ്യന്നൂരിൽ അതിദയനീയമായ പരാജയം CPM-നുണ്ടാകുന്നു. മട്ടന്നൂരിൽ CPM-ന്റെ വോട്ട് ചോർന്ന് കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് എത്തുകയാണ്. മട്ടന്നൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ള മുന്നേറ്റമാണ് നടത്തിയത്. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ഇത്തരത്തിൽ കേരളത്തിൽ CPM-ന്റെ ഏറ്റവും ശക്തിദുർഗമായ ജില്ലയിൽ CPM തകർന്നടിയുന്നതിന്റെ ഉത്തരവാദിത്തം ജില്ലാ സെക്രട്ടറിക്കാണെന്ന് പാർട്ടി അണികൾ പറയുമ്പോൾ ആ അണികളുടെ വികാരം മാനിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കണ്ണൂരിലെ പാർട്ടി ബംഗാൾ നേതൃത്വത്തിന്റെ ചുവട് പിടിച്ചാണ് പോകുന്നതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും വിലയിരുത്തുന്നുണ്ട്. ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പിന്നീട് CPM മഷിയിട്ട് നോക്കിയിട്ട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. സമാനമായ രൂപത്തിലാണ് കണ്ണൂരിൽ പോകുന്നത്. കേരളത്തിലെ CPM-ന്റെ പൊന്നാപരം കോട്ടകളായ പാർട്ടി ഗ്രാമങ്ങളുള്ള CPM-ന്റെ തലമുതിർന്ന നേതാക്കന്മാർക്ക് ജന്മം നൽകിയ CPM പാർട്ടി രൂപീകരിച്ച കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ സംഘടനാ സംവിധാനം അടിമുടി തകർന്നിരിക്കുകയാണ്. അതിനുത്തരവാദി KK രാഗേഷാണെന്ന് അണികൾ പറയുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ബാധ്യത CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്.